ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾ ഇപ്പോൾ തയ്യാറെടുക്കുന്നില്ല, ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന പഴയ മിസൈലുകളാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗോഷിയേഷന് വേണ്ടി ഒരു പ്ലോട്ട് കൂടി ഇറാൻ തുറന്നു കൊടുക്കുന്നു. പക്ഷേ ആ പ്ലോട്ടിനെ ഇസ്രായേലോ അമേരിക്കയോ ഗൗനിക്കുന്നില്ല എന്നല്ല സത്യസന്ധമായ കാര്യം. തീർച്ചയായിട്ടും സുഹൈൽ, ഇതിൽ മനസ്സിലാവുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഒരു ഡയലോഗിന് തയ്യാറാണെന്ന് അവർ പറഞ്ഞിരുന്നു. അത് അബ്ബാസ് അർഗാച്ചി എന്ന വിദേശകാര്യ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ എന്തിനാണ് ഇവർ വന്ന് ഞങ്ങളെ ആക്രമിച്ചത് എന്ന ചോദ്യം തന്നെ അതാണ് കാണിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു കാര്യം വളരെ സുചിന്തിതമായിട്ടാണ് അവരുടെ തീരുമാനം. അത് ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് സുവർണാവസരമാണെന്ന് പറയുന്നു. അവർ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ അറ്റാക്ക്. അല്ലെങ്കിൽ 200 യുദ്ധവിമാനങ്ങൾ, 500 സൈനിക കേന്ദ്രങ്ങൾ അടക്കമുള്ളിടത്ത് ആക്രമിക്കുക, 31 പ്രവിശ്യകളിൽ 24 പ്രവിശ്യകളിലും ആക്രമണം നടത്തുക, തരിപ്പണമാക്കുന്ന രീതിയിലാണ് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ലക്ഷ്യം കണ്ടേ അടങ്ങൂ എന്നുള്ള തരത്തിലാണ്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, അവരെ എപ്പോൾ ആക്രമിക്കണം എന്ന് പോലും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ചെല്ലുന്നു. ഒരു കാര്യം വ്യക്തമായി, 25-26 ആക്രമണം ഉണ്ടാവില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു. ഇസ്രായേലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അത്രയും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആക്രമണം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി പിറ്റേ ദിവസം തന്നെ ആക്രമണം നടന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്ന് ആക്രമിക്കണം, എപ്പോൾ തുടങ്ങണം, എല്ലാം കൃത്യമായി ചാർട്ട് ഔട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് യുദ്ധം തീരാനുള്ള, അല്ലെങ്കിൽ ഇത് ഓപ്പൺ വാർ വന്നിട്ടില്ല, എപ്പോഴും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ഏറ്റുമുട്ടൽ മുന്നോട്ട് പോകാനാണ് സാധ്യത. അതുകൊണ്ട് അതുകൂടി കണ്ടുകൊണ്ടായിരിക്കും ഈ ഹോർമോസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ ഇത് ചെയ്തത്. മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദം ചെലുത്തി ഇത് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഒരുപക്ഷേ അല്ല, കൃത്യമായിട്ട് തന്നെ അറബ് രാജ്യങ്ങളിൽ കയറി ആക്രമിച്ചതും അവരെ വിരട്ടി സമ്മർദ്ദം, അമേരിക്കയിലും ഇസ്രായേലിലും സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം കൂടിയായിട്ട് അതിനെ കാണേണ്ടി വരും. പക്ഷേ അത് ഇറാൻ വിചാരിച്ച പോലെയുള്ളൊരു ഗുണമുണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. കാരണം അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇറാനെ അപലപിച്ചുകൊണ്ട്, ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും രംഗത്ത് വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയിൽ കാര്യങ്ങൾ, ഈ യുദ്ധം തുടരും എന്ന് തന്നെയാണ് കാര്യങ്ങളുള്ളത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് കമനായിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. കമനായി കൊല്ലപ്പെട്ടിരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കഴിയുന്നില്ല. കമനായി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇറാൻ പറയുന്നു. എന്തായാലും ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും കാര്യം ചോദിക്കട്ടെ. കമനയെ ഇല്ലാതാക്കിയത് കൊണ്ട് ഈ പറയുന്ന പോലെ അമേരിക്കയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ഭരണകൂടത്തെ ഇറാൻ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു സ്ട്രക്ചർ തന്നെ ഫോം ചെയ്തിരിക്കുന്ന, ഒരാൾ കൊല്ലപ്പെട്ടാൽ, ഒരാൾ ഇല്ലാതായാൽ അവരുടെ സക്സസറിനെ ഓൾറെഡി തന്നെ തെരഞ്ഞെടുത്ത് കാണും, പിൻഗാമി ഓൾറെഡി തന്നെ ഉണ്ടാവും, ആ പിൻഗാമി ഭരണത്തിൽ വരും. ആ പിൻഗാമി സ്വാഭാവികമായി ഇത്രയും അടമൊരു ഒരു ഐഡിയോളജിയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് അമേരിക്ക വിധേയപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് കമനയെ കൊല്ലുക എന്നത് വളരെ മിനിമലായ ഒരു ലക്ഷ്യം മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് അവിടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് ഈ കരയുദ്ധം നടത്താൻ അമേരിക്കയോ ഇസ്രായേലിനോ ഒരു വിധത്തിലും ഇറാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ ടെറൈൻ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഏക മാർഗം ഈ പറഞ്ഞതുപോലെ ഇറാൻ പിടിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഏക മാർഗം അവിടെ ഒരു ഭരണകൂടത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന് മാത്രമാണ്. ആ ഭരണകൂടത്തെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഈ പ്രക്ഷോഭകാരികളെ ഒന്നിച്ച് ചേർത്ത് സർക്കാരിനെ അടിച്ചമർത്തണം, അല്ലെങ്കിൽ അട്ടിമറിക്കണം. അങ്ങനെ ഒരു സാധ്യത നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തെ ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടാകുമ്പോൾ, പുറമേ ഒരു ശക്തി ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായി ദേശീയ വികാരം ഉയരും. ആ ദേശീയ വികാരം ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിന് അനുകൂലമായി ഉയരുന്നു എന്നല്ല നമ്മൾ പ്രാഥമിക ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് സർ. തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇറാന് ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, 6,60,000-ഓളം സൈന്യമുണ്ട് എന്ന് മാത്രമല്ല അവരെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ എല്ലാ തത്വങ്ങളും പാലിച്ചുകൊണ്ടാണ് അവർ ആ തരത്തിലുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ്, അവരുടെ മോറൽ പോലീസ് അടക്കമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു വലിയ സ്ട്രക്ചറായിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ ഈ ഭരണകൂടത്തിന് വിലയില്ലായിരിക്കാം. പക്ഷെ ഇങ്ങനൊരു യുദ്ധം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട്
ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ പൊതുവികാരം എങ്ങനെയായാലും അത് ഇപ്പം നിലനിൽക്കുന്ന ഭരണകൂടത്തിന് അനുകൂലമായിരിക്കും. അതിന് ഒരു പ്രക്ഷോഭകാരികൾ ഈ സമയത്ത് രംഗത്തിറങ്ങാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഇറാൻ്റെ ഭരണകൂടത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പിന്തുണയാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ രംഗത്തിറങ്ങി തെരുവുകളിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നത്. അതൊരു പാട്രിയോട്ടിസം ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ഒരു തരത്തിലും അവിടുത്തെ ഭരണാധികാരിയെ പുറത്താക്കാൻ വേണ്ടി ആരും രംഗത്തിറങ്ങുമെന്ന് തോന്നുന്നില്ല. അക്കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും വിജയിക്കാൻ എളുപ്പമല്ല. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ 40,000 വരുന്ന സേനയാണ് ഗൾഫിലുള്ളത്. ഇവിടെ 6,60,000 സേനയുണ്ട്. ഇസ്രായേലും അമേരിക്കയുടെയും കരസേന ചേർന്നാലും മാത്രമാവില്ല. അപ്പോൾ അതുകൊണ്ട് കരയുദ്ധം നടത്താൻ എളുപ്പമല്ല. അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200-ലേറെ യുദ്ധവിമാനങ്ങൾ ഇറക്കിയുള്ള ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണെങ്കിൽ നാവിക സേനയുടെ ടോമഹോക്ക് മിസൈലുകൾ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളിൽ നിന്ന് അവർ അയക്കുന്നു. ഈ രീതിയിൽ മാറി നിന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് അവർ പ്രയോഗിക്കുന്നത്. മിസൈൽ വേദക സംവിധാനങ്ങൾ തകർക്കുന്നു. ഇത് ഒരു തരത്തിൽ കരയുദ്ധം നടത്തിയാണ് പലപ്പോഴും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും അവർ ഭരണം പിടിച്ചത്. ആ തരത്തിലൊരു ആക്രമണം നടത്തി ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ അവിടെ കടന്നു കയറാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.